മൂടൽമഞ്ഞിനെ തുടർന്ന് 3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന വാർത്ത വരുമ്പോൾ നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു മോർണിംഗ് ഷോയിൽ. ഗുഡ് മോർണിംഗ് നിതിൻ, പറയൂ വിശദാംശങ്ങൾ. എസ് കെ എൻ, ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും ഡൽഹിയിലെ അടക്കമുള്ള ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലെ ദൃശ്യപരിധി ഏതാണ്ട് 100 മീറ്ററിൽ താഴെയാണ്. പലയിടങ്ങളിലും അത് 50 മീറ്ററിൽ താഴെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഡൽഹി, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളാണ്, ഇപ്പോൾ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 2 ദിവസം കൂടി ഇത്തരത്തിൽ കനത്ത മൂടൽമഞ്ഞ് ഉണ്ടാകുമെന്നാണ് അറിയിപ്പുള്ളത്. മാത്രമല്ല റോഡ്, റെയിൽ കൂടാതെ വ്യോമ ഗതാഗതമെല്ലാം തന്നെ ഇപ്പോൾ ഇത് കാര്യമായി തന്നെ ബാധിച്ചു. ഏതാണ്ട് 100-ലധികം വിമാനങ്ങൾ വൈകിയോടുന്ന സാഹചര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ നോർത്തേൺ റെയിൽവേ അറിയിച്ച പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 15 ട്രെയിനുകൾ വൈകി ഓടുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായ മൂടൽമഞ്ഞാണ് ഇപ്പോൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. നോയിഡയിൽ 2 ദിവസത്തേക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. കാരണം പ്രത്യേകിച്ചും ആഗ്ര, ലക്നൌ അടക്കമുള്ള ദേശീയപാതകളിലേക്ക് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വേഗത കുറച്ച് പോകണം എന്നൊരു അറിയിപ്പ് ഇപ്പോൾ അധികൃതർ നൽകുന്നുണ്ട്. ശക്തമായ രീതിയിൽ തന്നെ മൂടൽമഞ്ഞ് ഇനിയുള്ള ദിവസങ്ങളും അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ ശീതക്കാറ്റ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്ന വിവരം. താങ്ക് യു നിതിൻ അംബുജൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.